തിരുവനന്തപുരം കോർപ്പറേഷനിലെ മാലിന്യങ്ങൾ നീക്കാൻ നഗരസഭയ്ക്ക് സമയമില്ലെങ്കിലും ഹരിത കർമ്മസേനയുടെ യൂണിഫോം മാറ്റാൻ അവരെടുത്തിരിക്കുന്ന ത്വരിത വേഗത നാട്ടുകാർ കാണണം. ഹരിത കർമ്മസേന കേരളം ഹരിതാഭമായ അല്ലെങ്കിൽ പച്ചപ്പുള്ളൊരു നാടാണ്. അതിന്റെ പ്രതീകാത്മകമായി കേരളത്തിന്റെ പ്രകൃതി സംരക്ഷണത്തിന് ഹരിത കർമ്മസേനയെ സർക്കാർ തലത്തിൽ നിയോഗിച്ചു. ഓരോ തദ്ദേശ സ്ഥാപനങ്ങളും അത്തരത്തിൽ നാടിനെ ഹരിതാഭമാക്കാൻ വേണ്ടി ശുചീകരണ പ്രവർത്തനത്തിന് നിയോഗിക്കപ്പെടുകയായിരുന്നു ആ തൊഴിലാളികൾ കേരളത്തെ ഹരിതാഭമാക്കാൻ വേണ്ടി ഇടപെടുന്നത് കൊണ്ട് തന്നെ അവരുടെ യൂണിഫോമും പച്ച നിറത്തിലാക്കി. അവരുടെ പ്രവർത്തനങ്ങൾ കേരളത്തിൽ ഊർജിതമായി നടന്നു വരികയായിരുന്നു. അപ്പോഴാണ് തലസ്ഥാന നഗരസഭയിൽ BJP ഭരണം വരുന്നത്. BJPക്ക് ഹരിതം എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ പച്ച എന്ന് പറഞ്ഞാൽ അത് മുസ്ലിമാണല്ലോ. മുസ്ലിങ്ങളുടെ നിറമാണ്, അവരുടെ കൊടിയുടെ നിറമാണ്. അതുകൊണ്ട് ഞങ്ങൾ ഭരിക്കുന്നിടത്ത് പച്ച വേണ്ട, അവർക്ക് ഹരിതാഭം അല്ലെങ്കിൽ പച്ച എന്ന് പറഞ്ഞാൽ ബ്രസീലിന്റെ കൊടിയിലെ പച്ച വരെ വല്ലാത്ത ചൊറിച്ചിലുണ്ടാക്കുന്നവർ ഉടനടി തലസ്ഥാനത്തെ ബാക്കിയുള്ള പ്രശ്നങ്ങൾ തീർത്തില്ലെങ്കിൽ എന്ത്, ഇനി ഞങ്ങൾക്ക് പച്ച കാണുമ്പോൾ അരോചകം മാറ്റാൻ വേണ്ടി ശുചീകരണ തൊഴിലാളികളുടെ യൂണിഫോം അവർ കാവിയാക്കിയിരിക്കുകയാണ്. സുഹൃത്തുക്കളെ, കാവി. തിരുവനന്തപുരം കോർപ്പറേഷനിൽ ഹരിതകർമ്മ സേനയ്ക്ക് ഇനി പച്ചയില്ല, പകരം കാവിയാണ്. കോർപ്പറേഷൻ ഭരിക്കുന്ന BJP ഭരണസമിതിയാണ് കാവി യൂണിഫോം വിതരണം ചെയ്തത്. പ്രതിഫലനം കൂടുതലുള്ളതിനാലാണ് ഈ നിറം തിരഞ്ഞെടുത്തത് എന്ന് മേയർ VV രാജേഷ് പറഞ്ഞു. യൂണിഫോം കിട്ടി അന്ന് തൊട്ടേ എനിക്ക് മാനസികമായിട്ട് ഭയങ്കര പ്രയാസം എന്ന് പറഞ്ഞാൽ വേറെ ഒന്നുമില്ല. ഈ നമ്മളിപ്പോൾ 5 വർഷമായി ഇത് തുടങ്ങിയിട്ട് 5 വർഷം കൊണ്ട് ഞങ്ങൾ ഈ പച്ച തന്നെയാണ് ഇടുന്നത്. ഇതിൻ്റെ മീതെ കൂടെ അതും കൂടെ വലിച്ചിട്ട് നമ്മൾക്കൊണ്ട് ഇട്ടുകൊണ്ട് നടക്കാൻ പറ്റൂല. ഒന്നാമത് ചൂടാണ്. തൊപ്പി വന്നിട്ട് മഞ്ഞ തൊപ്പിയാണ്, ഷൂ വന്നിട്ടാണെങ്കിൽ കറുപ്പ് ഷൂ ആണ്. ഇല്ല, ആണുങ്ങളെ ചെരുപ്പ് കണക്കത്തെ കെട്ട് ചെരുപ്പാണ്. അത് നമ്മളെന്തെങ്കിലും ഒരു കോമാളി വേഷം കെട്ടും കണക്കാണ് അത് നമുക്ക് തോന്നുന്നത്. അപ്പം ഞങ്ങൾക്കത് ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല. ഞങ്ങളെ ഈ യൂണിഫോത്തിൽ തന്നെ ഞങ്ങൾ മുന്നോട്ട് പോകണം എന്നാണ് ഞങ്ങളുടെ ആഗ്രഹം. ഹരിത കർമ്മസേന എന്ന് പറയുമ്പോൾ ലോകമെമ്പാടും ഞങ്ങൾ അംഗീകരിച്ചത് പച്ച കളറിലാണ്. ഞങ്ങൾ ഹരിത കർമ്മസേനയ്ക്ക് ഞങ്ങൾക്ക് പച്ച, അത് മതി എന്നാണ് ഞങ്ങളുടെ അഭിപ്രായം. കേട്ടല്ലോ, തൊഴിലാളികൾക്കുൾപ്പെടെ ആ കാവി നിറത്തോട് യാതൊരു താല്പര്യമില്ല. BJP അധികാരത്തിൽ വന്നു എന്നുള്ളത് കൊണ്ട് എല്ലായിടങ്ങളിലും, കാര്യം സാധാരണക്കാരായിട്ടുള്ള മനുഷ്യർ പച്ചയിട്ട് നടക്കുമ്പോൾ അത് മുസ്ലിങ്ങളുടെ പ്രതീകമാണെന്ന് കരുതിക്കൊണ്ട് അതല്ല, ഞങ്ങളുടെ ഹിന്ദുക്കളുടെ കാവി വരട്ടെ എന്ന തരത്തിൽ ശുചീകരണ പ്രവർത്തനത്തിൽ അർത്ഥവത്തായി നടത്തിക്കൊണ്ടിരുന്ന യൂണിഫോം പോലും അവർ വന്നുടനെ പൊളിക്കുകയാണ്. ഇവരുടെ ശ്രദ്ധ എന്തിലാണെന്ന് മനസ്സിലാകുന്നില്ലേ? അതായത് ഈ നാട് നന്നാകണമെന്നല്ല, ഞങ്ങൾക്ക് എല്ലായിടത്തും കാവി പുതപ്പിക്കണം. അത് ഗവർണർ ഇരുന്നു കൊണ്ട് ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ ചെയ്യുന്നത് പോലെ തന്നെ ഒരു നഗരസഭാ ഭരണം കിട്ടിയപ്പോൾ അവർക്ക് അവിടുത്തെ യൂണിഫോമിൽ വരെ പച്ച കണ്ടപ്പോൾ ഒരു വല്ലാത്ത ചൊറിച്ചിൽ വന്നിരിക്കുന്നു. അതുകൊണ്ടാണ് പൊടുന്നനെ നമസ്തേ പോലും പ്രധാനമന്ത്രിയുടെ നമസ്തേ പദ്ധതിയുടെ ഭാഗമായിട്ട് നഗരസഭയുടെ ഫണ്ടെടുത്ത് കാവി കളർ യൂണിഫോം കൊണ്ടുവന്നിരിക്കുകയാണ്. ആ യൂണിഫോമിന് കാഴ്ചയിൽ വലിയ തെളിച്ചമുണ്ടത്രേ. കണ്ണിനകത്ത് മുഴുവൻ കാവി കയറിയിരിക്കുന്നതിന്റെ പ്രശ്നമാണ്. നേരത്തെ ഇടതുപക്ഷ സർക്കാരിന്റെ കാലഘട്ടത്തിലാണ് ഹരിത കർമ്മസേന രൂപീകരിച്ച് അവർക്കൊരു യൂണിഫോം കൊടുക്കുന്നത്. അന്ന് എന്തേ ഇടതുപക്ഷത്തിന് ചുവപ്പാക്കിക്കൂടായിരുന്നു? അവരുടെ രാഷ്ട്രീയ പാർട്ടിയുടെ കൊടി നിറം ചുവപ്പാണ്, അതുകൊണ്ട് ഹരിത കർമ്മസേനയ്ക്ക് ചുവപ്പ് കളർ യൂണിഫോം ഇരിക്കട്ടെ എന്ന് വിചാരിച്ചുകൂടായിരുന്നു. അങ്ങനെയല്ലല്ലോ. ഹരിതം എന്ന വാക്കിന്റെ അർത്ഥം പച്ചയാണ്. ഈ നാടിന്റെ പച്ചപ്പ് നിലനിർത്താൻ, പ്രകൃതിയെ ശുചീകരിക്കാൻ, മാലിന്യങ്ങൾ വലിച്ചെറിയുന്നതിന് ഒഴിവാക്കാൻ അവർ പ്രകൃതിയുടെ പച്ചപ്പിന്റെ നിറത്തിലേക്ക് വന്നപ്പോൾ അത് ഇവരുടെ കാഴ്ചയിൽ ഏത് ലെവലിലേക്ക് പോയി എന്നൊന്ന് ആലോചിച്ചു നോക്കി. ഈ നാട്ടിൽ പച്ച കണ്ടാൽ ഹാലിളകുന്ന ഒരു അവസ്ഥ, അതാണ് ഹരിത കർമ്മസേനയ്ക്ക് തലസ്ഥാന നഗരിയിൽ ഇങ്ങനെ ഒരു യൂണിഫോം കൊണ്ടുവരാൻ വേണ്ടി ഇവർ ഇടപെടൽ നടത്തിയിരിക്കുന്നത്. ഇനി ഇതിൽ ഫണ്ട് മുക്കൽ യോജന വല്ല ഉണ്ടോ എന്നൊന്നും അറിയില്ല. കാര്യം നമ്മൾ പുതിയ എന്തെങ്കിലുമൊക്കെ പരിഷ്കാരങ്ങൾ നടത്തിയാലേ കമ്മീഷൻ അടിക്കാൻ പറ്റുള്ളൂ. അതുകൊണ്ട് ഒരു ഫണ്ട് മുക്കൽ യോജനയ്ക്ക് ഏറ്റവും അടിയന്തരമായി വേണ്ടത് ഇവർക്കൊരു യൂണിഫോം കൊടുക്കാം എന്ന തരത്തിൽ കാവി കോട്ടൊക്കെ വാങ്ങിക്കുന്നുണ്ടെങ്കിൽ ഒരാവശ്യവുമില്ലാതെ നഗരസഭയുടെ ഭരണമെടുത്ത് അനാവശ്യമായി ചെലവഴിച്ചു എന്നുള്ളതാണ് അതുകൊണ്ട് ബോധ്യപ്പെടുന്നത്. ഉദ്യോഗസ്ഥരെ കൊണ്ട് സാധാരണക്കാരായിട്ടുള്ള ആ തൊഴിലാളികളെ ഭീഷണിപ്പെടുത്തി അത് വാങ്ങിച്ചില്ലെങ്കിൽ നടപടി ഉണ്ടാകുമെന്ന് അറിയിച്ചു. അങ്ങനെ അടിച്ചേൽപ്പിച്ചുകൊണ്ട് ഇങ്ങനെ ശുചീകരണ തൊഴിലാളികളിലൂടെ കാവ്യവൽക്കരണം നടത്താനുള്ള പരിശ്രമം BJP നടത്തുകയാണ്. എന്തൊരു അല്പത്തരമാണ്! ഈ അല്പന ഐശ്വര്യം കിട്ടിയാൽ അർദ്ധരാത്രി കുടപിടിക്കൂ എന്ന് പറയുന്നത് പോലെ, അല്ലെങ്കിൽ എന്തോ ചെയ്യാത്തവൻ അത് കിട്ടിയാൽ എന്തോ കൊണ്ട് ആറാട്ടെന്ന് പറയുന്ന അതേ അവസ്ഥയാണ് തലസ്ഥാന നഗരസഭയിൽ ഇരുന്ന് ജനങ്ങളെ ബാധിക്കുന്ന പ്രശ്നങ്ങൾ തീർക്കുന്നതിനപ്പുറം എവിടെയൊക്കെ കാവി പുതപ്പിക്കാൻ പറ്റും അവിടെയെല്ലാം കാവിക്കൊടി പാറിക്കാൻ വേണ്ടി ചെയ്യുന്ന വില കുറഞ്ഞ രാഷ്ട്രീയമാണ് ഈ പകർച്ചവ്യാധിയുടെ കാലഘട്ടത്തിലും
നഗരസഭയുടെ നേതൃത്വത്തിൽ നടപ്പിലാക്കുന്നു എന്ന് അത് തെളിയിക്കുകയാണ്.